നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ തിരുവോണമായിട്ട് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, ഒരു 3-4 ദിവസമായി കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു ക്രൂര മർദ്ദനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ 4 ഗുണ്ട പോലീസുകാരാണ് ഇത്, ക്രിമിനലുകൾ, 4 ക്രിമിനലുകൾ അവരാണ് ഈ ഗുണ്ടാപ്പണികൾ കാണിച്ചത്. ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഉത്സവം നടക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടുന്ന് പോലീസുകാർ പിടിച്ചോണ്ടുവരുന്ന കാരണം, അവിടെ 3-4 പേര് ഇരുന്നപ്പോൾ എമ്മമാരെ എന്ന് ചോദിച്ചു, എന്തിനാ അവിടെ ഇരിക്കുന്നത് കണ്ടു. വിളിച്ച തെറി വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പൊതുപ്രവർത്തന ചെറുപ്പക്കാരൻ ചോദിച്ചു, സാറേ എന്തിനാ അവരെ തെറി വിളിക്കുന്നത്? അത് എമ്മമാർക്ക് ഇഷ്ടമായിട്ടില്ല. എമ്മമാർ ജീപ്പിനകത്ത് 2 പോലീസുകാർ ഇറങ്ങുന്നു, ജീപ്പിനകത്ത് വലിച്ചു കയറ്റുന്നു, അവനെ ജീപ്പിനകത്തിട്ട് ഉപദ്രവിക്കുന്നു. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിക്രൂരമായിട്ട്, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് അതിക്രൂരമായിട്ട് നിങ്ങൾ മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൻ്റെ 20% വീഡിയോ നമ്മൾ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ ഗുണ്ടാ പോലീസുകാരന്മാരോട് ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അനുജനോ പിന്നെ ജ്യേഷ്ഠനോ അവരെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇതേപോലെ വേറെ ആരെങ്കിലും ഇടിച്ചാൽ നിങ്ങൾ ഇങ്ങനെ സഹിക്കും? യഥാർത്ഥത്തിൽ ഈ ഗുണ്ട ക്രിമിനലായ പോലീസുകാരെ, അതായത് 10% വരും. മാങ്ങാമോഷണം, തേങ്ങാമോഷണം, അണ്ടിമോഷണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പന്ന പോലീസുകാർ, അതായത് കൊല വൃത്തികെട്ടവന്മാർ, നല്ല പോലീസുകാർക്ക് കൂടെ പേരുദോഷം കേൾപ്പിക്കുന്ന ഈ ഗുണ്ട പോലീസുകാരെ ഇവന്മാരും പെൻഷൻ കൈപ്പറ്റാതെ ഇവനെയൊക്കെ ഡിസ്മിസ് ചെയ്ത് പുറത്ത് കളയണം. കാര്യം അത്രത്തോളമാണ് നമ്മൾ ആ വീഡിയോ കണ്ട അതിഭയാനകമാണ്, നമ്മൾ കണ്ടിരിക്കത്തില്ല. അത്രയും രീതിയിലുള്ള പന്ന പോലീസുകാർ, വൃത്തികെട്ടവന്മാരും ഗുണ്ട പോലീസുകാരന്മാരും, ഈ 4-ാം കിട പണിക്ക് നിൽക്കുന്ന പോലീസുകാരും, വേശ്യപ്പണിക്ക് നടക്കുന്ന പോലീസുകാരും, ഇവന്മാരെ ഒന്നും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ഈ സംവിധാനത്തിനോ ആവശ്യമില്ല. ഇവരെയൊക്കെ പിന്നെ എന്താ പറയുന്നത്, കൂട്ടിക്കൊടുപ്പിന് നടക്കുന്നവന്മാരും ഒക്കെ ഉണ്ട് ഈ സംവിധാനത്തിൽ തന്നെ ഉണ്ട്. 10% വരുന്നിടത്തോളം വൃത്തികെട്ട പോലീസുകാരും. ഇവന്മാരെയൊക്കെ പെൻഷൻ പോലും കൈപ്പറ്റാതെ ഇവന്മാരെയൊക്കെ ഡിസ്മിസ് ചെയ്ത് കളയുക. ഇവന്മാർക്കൊരു പാസ്പോർട്ട് പോലും ക്ലിയർ സർട്ടിഫിക്കറ്റ് ഇവന്മാർക്ക് കൊടുക്കാൻ പാടില്ല. ഇവന്മാർ കൂലിപ്പണിക്ക് ആരും ഇവന്മാരെ എടുക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ടാണ് ആ ഗുണ്ടാ പോലീസുകാരന്മാരെ കാണിക്കുന്നത്. അത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, കേരളത്തിലെ മിക്ക ഓഫീസുകളിലും ഇതുപോലുള്ള ചില ഗുണ്ടകളുണ്ട്. അമിതമായ കൈക്കൂലിക്കാർ, മിതമായിട്ടൊന്നും അല്ല, അമിതമായ കൈക്കൂലിക്കാർ ചോദിച്ച് വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പാവങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ വിരട്ടി വിടുക. ഇങ്ങനെയൊക്കെയുള്ള ഈ കേരളത്തിലെ സംവിധാനം, പൊതു സംവിധാനം, ഈ സംവിധാനങ്ങൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സർക്കാർ ഇത് പാടില്ല. കേരളത്തിൽ ഈ മർദ്ദനത്തെക്കുറിച്ച് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളൊന്നും പോലീസ് സ്റ്റേഷൻ ഭരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലോ നിന്നിട്ട് യാതൊരു കഥയില്ല. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇത് ഗുണ്ടാ പോലീസുകാർ എല്ലാവരും ഇല്ല, നല്ല എത്രയോ പോലീസുകാരുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെ എത്രയോ നല്ല ഡീസൻ്റ് അന്തസ്സായി ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരുണ്ട്. അപ്പോൾ ആ അന്തസ്സായി ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെ പോലും, അവർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന ഈ എന്താ പറയുക ഗുണ്ടാ പോലീസുകാർ, മാങ്ങാമോഷണം, തേങ്ങാമോഷണം, വെളിച്ചെണ്ണ മോഷണം, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ ഗുണ്ടാ പോലീസുകാർ, ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് കളയുക. സസ്പെൻഷൻ വേണ്ട, ഡിസ്മിസ് ചെയ്ത് പുറത്ത് കളയുക. കാര്യം ഇവനൊക്കെ ഇന്ന് ഈ പറഞ്ഞിട്ട് ചെറുപ്പക്കാരനെ ഉപദ്രവിച്ച ഈ 4 പോലീസുകാർ ഇന്ന് തിരുവോണം ഉണ്ട് കാണും. അത് ദഹിക്കത്തില്ല, തിരുവോണം ഉണ്ടെങ്കിൽ ദഹിക്കത്തില്ല. അതിനി ഒരു ഓണവും ദഹിക്കത്തില്ല. കാര്യം അതൊരു കൊലച്ചോറാണ്. ഞാൻ ഓണമായിട്ട് ഇത് പറഞ്ഞത് ശരിയല്ല. ഈ 4 പോലീസുകാരോട് ഞാൻ പറയും, ഇത് കൊലച്ചോറാണ്. ഇതേപോലുള്ള ക്രിമിനലുകളെ കേരള സർക്കാർ വെച്ചുകൊണ്ടിരിക്കരുത്. കേരള സർക്കാർ എന്നല്ല, ഏത് പാർട്ടി ഭരിച്ചാലും ഇങ്ങനെയുള്ള ക്രിമിനലുകളെയല്ല നമുക്ക് ആവശ്യം. ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഇരിക്കേണ്ടത്. എന്നാൽ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം, അത് വേറെ കാര്യം. അന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.